കർത്താവിനെ വേണ്ടി പിടിച്ചു നിന്ന് ക്രിസ്തുവിനായിട്ട് ദേവദാസന്മാര് മക്കൾ ഈ മരണം വഴി ശേഷമായിട്ടുള്ളതാണ് സംഭവിക്കുന്നെങ്കിൽ തന്റെ ശരീരം മാത്രമേ ഉള്ളൂ. ആത്മാവ് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ കർത്താവിനോടുകൂടെ ഉയർത്തപ്പെടും. ഇവിടെയുണ്ട് ലോകം നിലയിലുള്ള ആളുകളുണ്ട്. പ്പെടാത്ത ഒരു വാക്യം അതിൽ വായിച്ചു വരുമ്പോൾ പ്രധാന ദൂതന്റെ ശബ്ദത്തോട് മക്കളോട് ബന്ധുമിത്ര 10-ാം മണ്ഡലം പരിശോധിച്ച് നോക്കിയാൽ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. യേശു യഹൂദന്മാർ ഇപ്പോൾ നീ പിന്നെയും അവിടെ എന്നവരോട് പറഞ്ഞു. മരണത്തേക്കു യേശുവിനോട് എന്ന് പറഞ്ഞു. അവൾ അവനോട് കർത്താവേ. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റു വീട്ടിൽ അവരോട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. മഹത്വം ഉണ്ടാകട്ടെ. നീ അനാദിയായും ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്തനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. കഴിഞ്ഞു പോയ മുളച്ചു വരുന്നു, പുല്ലതരിഞ്ഞ് വാടിപ്പോകുന്നു. അകൃത്യങ്ങളെ നിന്റെ മുഖേ രഹസ്യ പാവമത്രേ. അതുവേ എത്രത്തോളം ദൈ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങൾ സന്തോഷിപ്പിക്കണമേ. മേലിരിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. അവന്റെ ഗർഭാണ് ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവ് വലിയ അനുഗ്രഹം ദൈവസന്നിധിയിലെ സന്നിഹിതരായിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവവൃത്തന്മാരും ഒരുപാടും ഈ ധാരാളം അവരൊക്കെ ദുഃഖം അനുഭവിക്കുന്ന നിലയിൽ മാതാവിനെ അന്വേഷിച്ച് ദുഃഖിപ്പിക്കുന്നത് സർവ്വവും ഏറ്റവും വലിയ രണ്ട് ദുഃഖം എന്ന് പറയുന്നത് ദോഷമൊക്കെ ഉണ്ട്. സുഖദുഃഖം ഇവിടെ പറഞ്ഞു പോകുന്നതാണ് അവർക്ക് വീണ്ടും കാണാനുള്ള പ്രത്യാശ എന്നിത്യാദി വീണ്ടെടുക്കപ്പെട്ടവരെ കുറിച്ച് മാത്രമാണ്. പാപിയായ മനുഷ്യൻ പാപിയാണ് വാങ്ങിക്കുവാൻ നമുക്ക് കൂടി മാത്രമേ മനുഷ്യനെ ചുവന്നുകൊണ്ട് കാൽവറിയിൽ വള്ളിക്കോ പുള്ളിക്കോ ടിക്കറ്റ് കട്ടപ്പനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് അതുകൊണ്ട് നല്ല അവസരങ്ങൾ നഷ്ടമാക്കി നമുക്ക് ലഭിക്കുന്ന ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെയിരിക്കണം. ആമേ. യാത്രയെല്ലാം ദൈവസാന്നിധ്യം മറവിൽ മറിക്കണം. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാകണം. ലബക്കട IPC സഭയുടെ സെമിത്തേരിയിലാണ് ഈ ബോഡി മറവ് ചെയ്യുന്നത്. യഹോവനായ നല്ല ദൈവമേ, സുന്ദരനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കടന്നു വരുവാൻ നമ്മുടെ പ്രിയമുള്ള അമ്മച്ചിയുടെ ഒരു യാത്രയയപ്പിനോടുള്ള ബന്ധത്തിൽ ഇവിടെ കൂടുവാൻ ഇവിടെയായല്ലോ. തിരുവചനത്തില് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ചുരുങ്ങിയ ഭേദഭാഗങ്ങൾ മാത്രം വായിച്ച് ശുശ്രൂഷ നടത്തുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഈ നല്ല കാലാവസ്ഥയൊക്കെ ദൈവം നന്ദി ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ
ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമത്രേ. അവർക്ക് വേണ്ടി സ്ഥാനം വഹിക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്താലാകുന്നത് എന്തിന്? നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെ ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പശുവിടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഒടുക്കമുണ്ട്, ഒരു അടക്കമുണ്ട്. ജീവിതമോ പുല്ല് നാളെ മധുമായുലകിൽ കാൺമധുമായ മാത്രം. അവിടെ ഒന്നും കുഴപ്പമില്ല, അവിടെ അങ്ങേറ്റം കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. കർത്താവിന്റെ വചനത്തിൽ നിന്ന് 2 വേദഭാഗങ്ങൾ കൂടെ വായിക്കുന്നു. പ്രാരംഭമായിട്ട് 90 സങ്കീർത്തനങ്ങൾ. സംവത്സരം അതിന്റെ പ്രതാപം ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ അകലത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ എഴുന്നേൽക്കുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. മണ്ണിൽ നിന്നെടുത്ത ഈ ഭൗതിക ജഡം ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരെ മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ചാമ്പലിന് ചാമ്പലായും തിരികെ ചേർത്തുകൊള്ളു. ഉയർത്തെഴുന്നേൽപ്പിന്റെ തമ്മിൽ കാണുവാൻ സർവശക്തനാദിയും കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദുർഗീപിതാവേ, ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു. ഈ ദിവസത്തിന്റെ ഈ നല്ല വേളയിൽ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. നിന്റെ കൽപ്പന അനുസരിച്ചു അങ്ങനെ ആ ദിനത്തെക്കുറിച്ച് ഞങ്ങൾ വായിച്ചു കേട്ടു. കർത്താവ് വേർപെട്ടുപോയ അമ്മച്ചിയുടെ കുഞ്ഞുങ്ങൾ, മക്കൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആൾക്കാർ കാണുമല്ലോ. കുറച്ച് മോളി പൊക്കോ.